ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ എങ്ങടെ പോണത് വെച്ചാൽ ഇന്ന് നമ്മൾ ആദിക്കുട്ടിയുടെ പല്ല് പറിക്കാൻ പോവുകയാണ്. കുറേ ദിവസമായി അവൻ പല്ല് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിന് മേഡം മെഡിസിനൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മളെ നാട്ടിലൂടെ പോകുമ്പോഴുള്ള നാട്ടിലെ എല്ലാ ഏട്ടന്മാരും എല്ലാവരുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പച്ചപ്പർവ്വതാനി വിരിച്ച പോലെയുള്ള പാടത്ത് ചാമയൊക്കെ വന്നിട്ട് പുല്ലുകളൊക്കെ വന്നിട്ട് നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ഏകദേശം ഇവിടെ എത്തിയിട്ടോ. എത്തിക്കഴിഞ്ഞ് ഇതാ കുർമൻസ് ഇവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, പക്ഷെ ഇവർ അറിയാതെ എടുത്തതാണ്. ഒരു ഷിൻചാൻ ഉണ്ട്, ഒരു കാർട്ടൂണാണ്. അത് കണ്ടിരുന്ന് ചിരിക്കുകയാണ്. ടി വിയിലും അതെ ഫോണിലും അതെ ഈ കാർട്ടൂൺ വെച്ചിട്ട് അതിരുന്ന് കാണലാണ് ഇവരുടെ പ്രധാന ജോലി. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓരോന്ന് ചിരിക്കുക. ഏട്ടൻ കുറച്ച് സമയത്ത് ഞങ്ങളെ കൂടെയൊക്കെ ഇരുന്നിട്ട് പിന്നെ മഴയൊക്കെ വരുന്നുണ്ട് പറഞ്ഞ് പുറത്ത് പോയിട്ടൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ മേഡം വിളിച്ചു. ഞങ്ങളപ്പോൾ ചെന്നപ്പോൾ മേഡം ഇതാ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവൻ്റെ പല്ലൊക്കെ പറിക്കാനുള്ള ഏകദേശം കാര്യങ്ങളും എല്ലാം. അങ്ങനെ പല്ലൊക്കെ ആദ്യം മേഡം എക്സ്റേ ഒന്ന് എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അതിൽ എക്സ്റേ എടുത്ത് നോക്കുകയാണ്. പല്ലിൻ്റെ സ്ഥിതിഗതികൾ അറിയണമല്ലോ, നമുക്ക് പെട്ടെന്ന് പറിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ മേഡം എല്ലാം നോക്കി കഴിഞ്ഞിട്ടാണ് മേഡം പറിക്കൂ എന്ന് പറഞ്ഞിട്ട് എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വീണ്ടും ഒന്നും കൂടി നമുക്ക് എക്സ്റേ എടുത്തിട്ട് ഓരോ ഭാഗങ്ങൾ മേഡം എടുത്ത് നോക്കുകയാണ്. അത്രയും ദിവസം പല്ല് പറിക്കണം എന്ന് പറഞ്ഞ ആൾ അവിടെ എത്തിയപ്പോൾ ആകെ ആളുടെ ഭാവം രൂപമൊക്കെ മാറി. ആൾക്ക് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാലും വേണ്ടില്ല. ആൾക്ക് എന്താ പിന്നെ പറയേണ്ടതെന്ന് അറിയണില്ല. അങ്ങനെ മേഡം സ്പ്രേ ഒക്കെ അടിച്ചൊന്ന് തരിപ്പിച്ചു. അപ്പോൾ പിന്നെ ആൾക്ക് വായിൽ വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങി. തുപ്പണം പറഞ്ഞിട്ടുള്ള ഒരു ടെൻഡൻസി ആയി. പിന്നെ അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ ചുണ്ടിൻ്റെ അവിടെ എന്തോ വീർത്തിരിക്കുക പറഞ്ഞു. അപ്പം സ്പ്രേ അടിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തരിപ്പ് വന്നപ്പോൾ അവൻ എന്തൊക്കെയോ തോന്നുകയാണ്. അങ്ങനെ അവൻ അങ്ങനെ പേടിച്ചിരിക്കും. മേഡം ഇങ്ങനെ കൂളാക്കുന്നുണ്ട്. മേഡം ഭയങ്കരമായിട്ട് കൂളാക്കിയിട്ട് അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത് കേട്ടോ. അതിൻ്റെ ഇടയിൽ വീണ്ടും ഞങ്ങളെ മുഖത്തേക്ക് ഒന്നും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ വെള്ളം കുടിക്കണം, തുപ്പിക്കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഇതന്നെ ചെയ്തും കൊണ്ടിരിക്കുക. പിന്നെ മേഡം അവൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യില്ല, അത് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഏകദേശമൊക്കെ ഞങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കിയപ്പോൾ പിന്നെ ആള് ഇരുന്നു. തൊടാൻ പറ്റില്ലേ അങ്ങനെ ഇതാ പല്ല് പറിച്ചു ഗൈസ്. അവർ ചെറിയൊരു കേടുള്ള പല്ലായിരുന്നു. ചെറുപ്പത്തിലേ അവന് അങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നു. പിന്നെ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം മേഡത്തിൻ്റെ അടുത്ത് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് തോർന്നിരുന്നു ഗൈസ്. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത മഴയ്ക്കുള്ള തുടക്കം എന്താ നല്ല കാർമേഘം മൂടി കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഈ മഴ പെയ്യുന്നതിന് മുന്നേ എത്രയും